കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം പവർ കട്ട് ഒഴിവാക്കാനാകുന്ന സ്ഥിതിയിലെത്തിയെന്ന് കെഎസ്ഇബി ചെയർമാൻ രാജമാണിക്യം. കേന്ദ്ര പവർ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും ചെയർമാൻ. ഇപ്പോൾ വാങ്ങിച്ച 200 മെഗാവാട്ടും ഏകദേശം കമ്മീഷൻ അംഗീകാരത്തോടാണ് വാങ്ങിച്ചത്. കൂടാതെ ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഇന്നലെ പവർ സെക്രട്ടറിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നമുക്ക് ഒരു 262 മെഗാവാട്ട് ജൂൺ വരെ ഉണ്ടായിരുന്നു. അത് ഒരു 3 മാസം കൂടി ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നീട്ടി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച അത് നീട്ടി കിട്ടിയായിരുന്നു. ഇപ്പോൾ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ അതുകൊണ്ട് ഇനി അടുത്ത ജൂൺ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് വച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ ദുരിതമായിരുന്നു ഈ രാത്രിയിൽ പവർ കട്ട് ഉണ്ടാകുന്നത് കൂടെ അത് കാരണം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിനെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമാണ്. വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് സർക്കാരിനെതിരെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കെഎസ്ഇബി ചെയർമാൻ പറയുന്നത്? സ്വാതി, കെഎസ്ഇബി ചെയർമാൻ തികച്ചും ആത്മവിശ്വാസത്തിലാണ്. കേന്ദ്ര പവർ സെക്രട്ടറിയുമായി കൂടി നടത്തിയ കൂടിക്കാഴ്ച ശേഷം കേരളത്തിലെ കേന്ദ്ര പൂളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ലഭിക്കും. കാരണം കേരളത്തിലുണ്ടായ വൈദ്യുതി പ്രതിസന്ധി കാരണം മറ്റു സംസ്ഥാനങ്ങൾ കൂടുതൽ പണം കൊടുത്ത് വൈദ്യുതി വാങ്ങിയാണ്. അതേസമയം കേരളത്തിന് കൂടുതൽ പണം കൊടുത്ത് വൈദ്യുതി വാങ്ങിക്കാൻ കഴിയാത്ത റെഗുലേറ്ററി അതോറിറ്റി ആ അനുവാദം നൽകിയിരുന്നില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അത് നൽകുകയും അവർ അതുകൊണ്ട് തന്നെ കേരളത്തിന് പോലും ലഭിക്കേണ്ട കേന്ദ്ര പൂളിൽ നിന്ന് കൂടുതൽ പണം കൊടുത്ത് ആ വൈദ്യുതി വാങ്ങുകയും ചെയ്ത് ഇതാണ് കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രതിസന്ധി. ഇതിനൊരു തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന് കേന്ദ്ര പൂളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇനി ഇക്കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം 52% മഴക്കുറവ് കേരളത്തിലുണ്ട്. കേരളത്തിലെ ജലസംഭരണിയിൽ ജലവൈദ്യുതി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതുകൊണ്ട് തന്നെ കേന്ദ്ര പൂളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ആവശ്യമുണ്ട്. കൂടുതൽ വൈദ്യുതി പണം കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര പവർ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത്. വളരെ അനുകൂലമായ നിലപാടാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് കെഎസ്ഇബി ചെയർമാൻ പറഞ്ഞത്. മറ്റൊന്ന്, കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് വൈദ്യുതി താരിഫ് അല്ലെങ്കിൽ ഉയർത്തുമോ എന്ന ചോദ്യത്തിന് അതൊക്കെ സർക്കാരിൻ്റെ പരിഗണനയുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വഴിമാറുകയാണ് ചെയ്തത്. ഏതായാലും ആശ്വസിക്കാനുള്ള വകയാണ്. കേരളത്തിൽ പവർ കട്ട് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത. സ്വാതി. ശരി ശരത് ലാൽ, എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പവർ കട്ട് ഒഴിയുന്നു എന്നുള്ളത്.